ഏതോ ഒരാളിനെ വിട്ട് ഞാനും അയാളും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞ് എവിടേക്കോ എന്നെ അയാൾ തട്ടിക്കൊണ്ടുപോയി. അവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വരുമ്പോഴേക്കും സുധി എന്റെ അനിയത്തെ വിവാഹം കഴിച്ചിരുന്നു. ഒളിച്ചോടിപ്പോയ പെണ്ണിന് പകരം സുധി മറ്റൊരാളെ ആയിരുന്നു കെട്ടിയിരുന്നതെങ്കിൽ ഞാനിപ്പോ സുധിയുടെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ച എന്റെ അനിയത്തെ തന്നെയാണ് സുധി കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പിന്നീട് ആ കതിർമണ്ഡപത്തിലേക്ക് ഓടി വരാതിരുന്നത്. എന്നെ വഞ്ചിച്ചിട്ടാണെങ്കിലും എന്റെ അനിയത്തിക്ക് ഒരു ജീവിതം കിട്ടുമെങ്കിൽ അതാവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചുള്ളൂ. എന്റെ മനസ്സിൽ ഇപ്പോഴും സുധി തന്നെയാ. ആ സ്നേഹം ഒരിക്കലും എന്റെ ഉള്ളിൽ നിന്ന് പോവില്ല. നീ രാഹുലിന്റെ ഭാര്യയല്ലേ? ഏത് രാഹുൽ? ഞാൻ അങ്ങനെ ഒരാളെ അറിയ പോലുമില്ല. എല്ലാം സത്യം പറഞ്ഞു തന്നതാവും. അവൾ അതിനപ്പുറവും പറയും. സുധിയെ സ്വന്തമാക്കാൻ സ്വന്തം ചേച്ചിയെ നാട് കടത്തിയവൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല സുധി. എനിക്ക് എന്റെ മനസാക്ഷിയെ ചിലത് ബോധിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ സുധിയെ കാണണമെന്ന് പറഞ്ഞത്. എന്ത് ബോധ്യപ്പെടുത്താൻ? എന്റെ സ്നേഹം അത് കളങ്കമില്ലാത്തതായിരുന്നു. എന്റെ മനസ്സിൽ നിന്നും സുധിയെ പറിച്ചു മാറ്റാൻ സത്യക്കെന്നല്ല ഒരു ശക്തിക്കും സാധിക്കില്ല. അത്രമാത്രം ഞാൻ സുധിയെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും ആ സ്നേഹത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഒരു കോട്ടവും തട്ടുകയില്ല. സുധിയുടെ വിലപ്പെട്ട കുറെ സമയം ഞാൻ കൊണ്ടുപോയി നശിപ്പിച്ചു അല്ലേ? സോറി സുധി. ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഒരു ജന്മം പറഞ്ഞാ തീരാത്തത് നമുക്ക് പറയാനില്ലേ? ഞാൻ സുധിയെ ഒരുപാട് ബോറടിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സുധി എന്നോട് മറുത്തൊന്നും പറഞ്ഞില്ല. ഒരു മൂളലിലോ ഒന്ന് രണ്ട് വാക്കുകളിലോ ഒതുക്കി കളഞ്ഞു സുധിയുടെ സംസാരം. വലിയൊരു നാണക്കേടുണ്ടാക്കി ആരുടെ കൂടെ ഒളിച്ചോടി പോയവളോട് ഇതിൽ കൂടുതൽ എന്ത് സംസാരിക്കാനാ അല്ലേ? ആ സാരമില്ല, സുധി പൊയ്ക്കോ. വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതിൽ ഒരിക്കൽ കൂടി സോറി പറയാ. സുധി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. സുധി, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നില്ലെന്ന് മാത്രം വിചാരിക്കരുത്.
എന്റെ മനസ്സ് അത്രമാത്രം നിന്നെ ആഗ്രഹിച്ചതാ. ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും സ്വന്തം ആവില്ലെന്ന് അറിഞ്ഞിട്ട്. ബൈ സുധി. എങ്ങനെയുണ്ടായിരുന്നു? ആ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെയോ? അല്ല, സാറ് പറഞ്ഞെന്നെല്ലാം അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അല്ല, അയാൾ ആരാ? അതൊക്കെ പറയാം. ഈ ഫോട്ടോസ് നമുക്ക് ഒരുപാട് ഉപകരിക്കും. ഉപകരിക്കണമല്ലോ, അതിനുവേണ്ടി തന്നെ എടുത്ത ഫോട്ടോസ് അല്ലേ ഇത്? ആ, ദേ ദിവ്യ വരുന്നുണ്ട്. ദിവ്യ, നിന്നെ സമ്മതിക്കാതെ വയ്യ. നിന്റെ ഓരോ വാക്കിന് മുന്നിലും സുധി തകർന്നു പോയിട്ടുണ്ട്. ഇന്നത്തെ നിന്റെ പെർഫോമൻസിന് അബിയുടെ വക നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്താ ദിവ്യക്ക് വേണ്ടത്? പറഞ്ഞാ മതി. എനിക്ക് വേണ്ടത് എന്താ, ക്യാഷാണോ? അല്ല. പിന്നെ ഗോൾഡ്? അതോ ഡ്രസ്സോ? ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്കറിയണം. എന്ത്? അയാൾ എന്റെ ആരാണെന്ന്. ആര്? സുധി. ഞാനും അയാളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? അത് നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? എന്നെ അയാൾ ചതിച്ചതാണോ? അതോ അയാളെ ഞാനാണോ ചതിച്ചത്? പറയ. ചതിക്കാനോ? ആര്? ആരെ? അതൊക്കെ വലിയ കഥയല്ലേ ദിവ്യ? അതെ അതെ, ആ വലിയ കഥയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് സമയമാകുമ്പോ. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്ക. എന്താ, എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്. അത് മാത്രം മതി. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാം, നിന്നേക്കാൾ. നിന്റെ ലൈഫ് തിരിച്ചു പിടിച്ചു തരാനാ അബി പാടുപെടുന്നത്. അത് നീ മനസ്സിലാക്കിക്കോ.
എപ്പോഴും നീ സത്യയുടെ ഭാഗത്തായിരുന്നില്ലേ? അവളെ താലി കെട്ടി കൊണ്ടുവരുന്നത് വരെ അവളൊരു പിശാചിന്റെ കുട്ടിയാണെന്നും പറഞ്ഞ് എന്നെ എപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരുന്ന നീ പിന്നീട് അവളെ ന്യായീകരിക്കാൻ തുടങ്ങി. ഇനി പറ, ഇപ്പൊ എന്ത് പറയുന്നു നീ അവളെക്കുറിച്ച്? ദിവ്യ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കാൻ വരട്ടെ. നിനക്ക് സത്യപോലെ ഭ്രാന്താണോടാ? ദിവ്യ പറഞ്ഞത് മുഴുവനായിട്ട് വിശ്വസിക്കണം. സത്യമാണ് എല്ലാത്തിനും കാരണം. രാഹുലും അവളും ചേർന്നാണ് ദിവ്യ എന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. എടാ, നമുക്ക് സത്യയുടെ കൂടെ ഒന്ന് ചോദിക്കാം. എന്തിനു ചോദിക്കണം? അവള് കാരണം പലരുടെയും ജീവിതം തകർന്നു. ഞാൻ സ്വപ്നം കണ്ട എന്റെയും ദിവ്യയുടെയും ജീവിതം ഒരൊറ്റ ദിവസം കൊണ്ട് തകർത്ത് കളഞ്ഞവളാ അവള്. ഇനി എനിക്ക് അവളെ കാണുകയേ വേണ്ട. എന്താ നിന്റെ തീരുമാനം? എന്റെ ജീവിതം തകർത്തവളെ ഒഴിവാക്കുക. അതിനപ്പുറം ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഇത്രയും ദിവസം നിന്റെ കൂടെ കഴിഞ്ഞ സത്യയേക്കാൾ നീ വിശ്വസിക്കുന്നത് കുറച്ചു മുന്നേ കുമ്പസരിച്ചിട്ട് പോയ ദിവ്യയാണ്. അതെ, അത് കുമ്പസാരം തന്നെയായിരുന്നു. ശരിക്ക് അവൾ എന്നോടായിരുന്നല്ലോ കുമ്പസരിക്കേണ്ടിയിരുന്നത്. ഞാൻ അവളോടായിരുന്നു. ഡാ സുധി, അതെ, തെറ്റുപറ്റിയത് എനിക്കാ. ദിവ്യ ആരുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അവളെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. അല്ലാതെ കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛന്റെ വാക്ക് കേട്ട് സത്യയുടെ കഴുത്തിൽ താലി കെട്ടുകയായിരുന്നില്ല വേണ്ടത്. നിനക്കിപ്പോൾ അതിൽ കുറ്റബോധമുണ്ടോ? എനിക്ക് കുറ്റബോധം മാത്രമേ ഉള്ളൂ. ദിവ്യയെ എങ്ങും എവിടെയും എത്താത്ത വിധത്തിലാക്കിയത് ഞാനല്ലേ? എന്റെ കൂടെ ജീവിക്കാൻ ദിവ്യ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നിട്ടും ഞാൻ... എടാ, എനിക്കിപ്പോഴും ദിവ്യ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ദിവ്യയല്ല, സത്യ. അവളാണ് എല്ലാത്തിനും കാരണം. എല്ലാവരെയും ചതിച്ചവളവള്. സ്വന്തം ചേച്ചിയെ പോലും ചതിച്ചവള്. സ്വത്തും പണവും നേടാൻ കൊതിച്ചവളാ സത്യ. മണിമംഗലത്തെ പ്രൗഢി കണ്ട് എന്നെ നാടകം കളിച്ച് സ്വന്തമാക്കിയ ഡബിളാണവള്. എടാ, എന്തായാലും നീ ഒന്ന് ക്ഷമിക്കേ. സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കിനി ഒന്നും അറിയാനില്ല. എത്രയും പെട്ടെന്ന് അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. എന്തിന്? ക്രിമിനലാണ് അവള്. എടാ, നീ ഒന്ന് ക്ഷമിക്കേ. ഇത്രയും കാലം എന്നെയും വീട്ടുകാരെയും വിഡ്ഢികളാക്കിയ അവളെ ഒന്നും വെറുതെ വിട്ടാൽ ശരിയാവില്ല. എടാ, നീ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കും. ഇതിലിനി എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? എല്ലാം അബിയുടെ കളിയാണെങ്കിലോ? എടാ, നീ വെയിറ്റ് ചെയ്യ്. സത്യം എന്താണെന്ന് അറിയാതെ ഇനിയും എടുത്തു ചാടിയ ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്കായിരിക്കും നീ ചെന്ന് ചാടുന്നത്. അച്ഛൻ്റെ വാക്ക് കേട്ട് സത്യയെ കെട്ടിയതുപോലെ ദിവ്യയുടെ വാക്ക് കേട്ട് സത്യയെ ഒഴിവാക്കിയ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. നീ തൽക്കാലം വീട്ടിലേക്ക് ഇല്ല. എന്നിട്ട് എല്ലാം മറന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങും. ചെല്ലടാ. ഞാൻ പൊയ്ക്കോളാം, നീ ചെല്ല്. ഡാ സുധി, നീ ഒന്ന് പോ ക്ലീറ്റസേ. ഇതെന്താ മോളെ? കുറച്ചു നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഉലാത്തുന്നു, പിന്നെ പുറത്തു പോയി നോക്കുന്നു, കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് ആലോചിക്കുന്നു. ഇതെന്ത് പറ്റി? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലാതല്ല, സുധിയെ കാത്തിരിക്കുകയാവും. അതങ്ങ് തുറന്നു പറഞ്ഞാലെന്താ? അവന്റെ പിണക്കം മാറ്റേണ്ടത് നിന്റെ കടമയാണെന്ന് ഞാൻ പറയില്ല.
അത് രണ്ടുപേരും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനമാണെന്ന് അച്ഛനറിയാം. സുധിയുടെ പിണക്കം മാറ്റാനായി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാച്ച. പക്ഷെ ഒന്ന് സംസാരിക്കാൻ പോലും സുധിക്കിപ്പോ സമയമില്ല. തിരുമേനി പറഞ്ഞ പൂജയോടെ എല്ലാ ദോഷവും മാറുമെന്ന് പറഞ്ഞിട്ടിപ്പോ എല്ലാം പഴയതിനും അപ്പുറത്തേക്കാണല്ലോ പോകുന്നത്. ആ, അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. സുധിയും ഞാനും തമ്മിലുള്ള പിണക്കത്തിന് ആയുസ് കുറവായിരിക്കും. ആ, അങ്ങനെ ആയിരിക്കണം. അവന്റെ മനസ്സിൽ എന്തോ ഒന്ന് കയറി കൂടിയിട്ടുണ്ട്. അതൊന്ന് ഒഴിവായി കിട്ടിയാ എല്ലാം ശരിയാവും. നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു? ഞാൻ ഒരു ആളെ കാണാനുണ്ടായിരുന്നു. ആരെ? അത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ. ഫ്രണ്ടിന് എന്താ പേരില്ലേ? അച്ഛൻ അറിയില്ല. അറിയില്ലെന്നോ? അതോ അച്ഛൻ അറിയണ്ടെന്നോ? സത്യം എത്ര നേരമായിട്ട് നിന്നെ കാത്തിരിക്കുന്നു. നേരം വൈകിയാൽ നിനക്ക് അവളോടൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ? എന്താ? അച്ഛാ സാരല്ല. സുധി വാ, ഞാൻ കാപ്പി എടുത്തു വെക്കാം. എനിക്കിപ്പോ കാപ്പിയൊന്നും വേണ്ട. എടാ, സത്യം ഒന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു വന്നതല്ലേ? അവിടുത്തെ കാര്യങ്ങൾ അറിയണ്ടേ? അവിടെ ഉള്ളവർക്ക് സുഖമാണോ എന്ന് ചോദിക്കടാ. അച്ഛനിന്ന് സൈറ്റിൽ പോയിരുന്നോ? എന്റെ വിശേഷം അറിയാനാ നിനക്ക് താല്പര്യം? എന്തിനാടാ മോനെ നീ ഇങ്ങനെ? അച്ഛൻ എന്നോട് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേ. ഇല്ല, നിങ്ങൾ രണ്ടും ഇങ്ങനെ ആയാൽ പറ്റില്ല. എന്റെ വാക്കുകൾ നീ അനുസരിക്കണം. അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ ഇതുവരെ. വിവാഹം പോലും അച്ഛന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇവളുടെ വീട്ടിലെ വിശേഷങ്ങൾ, അവിടെ എല്ലാവർക്കും നല്ല വിശേഷങ്ങളാച്ചാ. അറിയുന്നുണ്ട് ഞാനല്ല. മോള് വിഷമിക്കണ്ട. കുറച്ച് ഈഗോ ഉള്ള കൂട്ടത്തിലാ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചുകൊണ്ട് വരാനോ ഫോൺ ചെയ്യാനോ അവൻ ശ്രമിക്കാഞ്ഞത്. മോളതൊന്നും കാര്യമാക്കണ്ട. എല്ലാം ശരിയാവും. നമുക്ക് ശരിയാക്കി എടുക്കാവുന്നേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? വേഗം ചെല്ല്. ഇല്ലെങ്കിലേ നിന്റെ നാത്തൂന് അവന്റെ ഉള്ളിൽ നല്ല ഉഗ്രം വിഷം കുത്തിവെക്കും. ആ ചെല്ല്. പറയടാ, ആരോട് ചോദിച്ചിട്ടാ സത്യ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത്? നീ ആ വിവരം അറിഞ്ഞിട്ടില്ലെന്നുണ്ടോ? എന്ത് വിവരം? ചോദിക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ നിന്റെ ഭാര്യ തിരിച്ചു വന്ന കാര്യം തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ അവക്ക് നിന്റെ സമ്മതം വേണ്ടി വരില്ല. പക്ഷെ കയറി വരാൻ നിർബന്ധമായിട്ടും വേണം. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഇന്ന് അവൾ ഈ പടി കയറില്ലായിരുന്നു. അതിനുള്ള ധൈര്യം അവൾ കൊണ്ടാവില്ലായിരുന്നു. നീ ഒരു പെങ്കോന്തനാന്ന് അവക്കറിയാം. അതുകൊണ്ട് തന്നെയാ. അതെ, ഭാര്യയെ സ്നേഹിക്കുന്ന എല്ലാവരും പെങ്കോന്തന്മാര് തന്നെയാ. അതിലെന്താ ഒരു തെറ്റ്? അയ്യോ, ഭാര്യയെ സ്നേഹിക്കുന്നു. നിന്നെയോ? എന്നെ സുധി സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ല. നീ ആണാണെങ്കിൽ ഈ നിമിഷം ഇവിടെ പിടിച്ച് പുറത്താക്കടാ. അതെ, ഒരാൾ ആണത്വം തെളിയിക്കേണ്ടത് സ്വന്തം ഭാര്യയെ പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞിട്ടല്ല, അവളെ കൂടെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ്.
നിന്റെ പഠിപ്പിക്കലൊന്നും എന്റെ അടുത്ത് വേണ്ട. പഠിപ്പിക്കും. നിങ്ങളെ മാത്രമല്ല, വേണ്ടി വന്ന നിങ്ങളുടെ ഭർത്താവില്ലേ ആ ആൺകോന്തൻ, അയാളെയും പഠിപ്പിക്കും. ഡീ, നീ എന്റെ ഭർത്താവിനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. ഡീ, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ അനുഭവിച്ചോളാം. മോള് ചെല്ല്. കോളനി പെണ്ണിന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ പൊയ്ക്കോ, അതാ നല്ലത്. നോക്കിക്കോ, നാളെ നീയോ ഞാനോ ആരെങ്കിലും ഒരാളെ ഈ വീട്ടിലുണ്ടാവൂ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. സോറി സുധി, എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊക്കെ നമ്മൾ പരിഹരിക്കും. എടാ, എന്തിന് ഞാൻ നിന്റെ കൂടെ ഉണ്ട്? പറയടാ, എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്നെ ഉപദേശിക്കാനാണോ നീ ഈ പാതിരാത്രി കയറി വന്നത്? എന്ന് ചോദിച്ചാ, ആത്മമിത്രത്തിനൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോ കൂടെ ഉണ്ടാവണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഫ്രണ്ട്. എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല. നീ നിന്റെ പണി നോക്കി പോയേ. നിന്റെ പ്രശ്നം നിനക്ക് ചിലപ്പോൾ അറിയാത്തതാവും. എന്തിനേയും സധൈര്യം നേരിടണം സുധി. എന്നെ ഉപദേശിക്കാൻ നിന്നെ ആരെവിടെ വിളിച്ചു വരുത്തിയത്? അവളാണോ? സത്യമാണോ നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്? ഛേ, നീ ഇങ്ങനെ സംശയരോഗി ആകല്ലേ അളിയാ. പിന്നെ ആരാടാ എന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞ? ആരാ? ചന്ദ്രദാസ, നിന്റെ അച്ഛൻ. പാവം. എടാ, നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അച്ഛന് സഹിക്കുന്നില്ലടാ, അതാ. അതെ, പലർക്കും ഈ തോന്നലുണ്ട്. എനിക്കെന്തോ മാനസിക പ്രശ്നം ഉള്ളതുപോലെയാ എല്ലാവരും എന്നെ കാണുന്നത്. എന്നെ ഒരു ഭ്രാന്തനായി കാണാനാ പലർക്കും താല്പര്യം. പക്ഷേ യഥാർത്ഥ മാനസിക രോഗിയെ പിന്തുണയ്ക്കാൻ എൻ്റെ അച്ഛൻ ഉൾപ്പെടെ പലരും ഉണ്ട്. എടാളിയ, മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി നമ്മൾ കരുതുന്ന പോലെ ഗംഗയല്ല, നകുലന. അതായത് നീ. എടാ, നിന്റെയും സത്യയുടെയും ജീവിതം വലിയ പരിക്കുകളില്ലാതെ മുന്നോട്ട് പോകുമ്പോഴല്ലേ ഒരു ബുൾഡോസർ പോലെ ആ ദിവ്യ വന്നത്. അവളായിപ്പോ നിന്റെ പ്രശ്നം അല്ലേടാ? നീ ഒന്ന് പോ ക്ലീറ്റസേ, പ്ലീസ്. ഇല്ലടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ദിവ്യ എന്ന മായയുമായി നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വന്നിരിക്കുന്നതേ നിന്റെ ശത്രുവാ. ചിലപ്പോ ദിവ്യയ്ക്ക് പോലും ഒരു മനസ്സറിവുണ്ടാവില്ല. അതുകൊണ്ടേ നീ സൂക്ഷിക്കണം. സുധി, ദിവ്യ എവിടെയാണ്, എങ്ങനെ നിന്റെ മുന്നിൽ വന്നു പെട്ടു, എല്ലാം കണ്ടെത്തണം. എടാ, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. ഇനി നീ ഉപദേശം വിളമാൻ നിന്നാ നമ്മുടെ സൗഹൃദമൊക്കെ മറന്ന് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടി വരും എനിക്ക്. വേണ്ടടാ, നീ ഇറക്കി വിടുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. പക്ഷേ ദിവ്യയെക്കുറിച്ച് നീ അന്വേഷിച്ചില്ലെങ്കിലും ഞാൻ തിരക്കും. എൻ്റെ സോഴ്സ് ഉപയോഗിച്ച് അവൾ എവിടാ, എന്തിനു വന്നു, എല്ലാം കണ്ടെത്തും. കാരണം നിന്റെ അച്ഛനെയും സത്യം പോലെ എനിക്ക് വലുത് നിന്റെ ജീവിതം. അപ്പൊ ഗുഡ് നൈറ്റ്.
സുധി എനിക്ക് വേണ്ടപ്പെട്ടവനാ. അവന്റെ ജീവിതം ഇപ്പോ ആകെ കുത്തൊഴിഞ്ഞ പുസ്തകം പോലെ ആയിരിക്കുക. അവന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ദിവ്യ ചോദിച്ചില്ലേ എന്ത് പ്രത്യുപകാരമാണ് ഇതിനൊക്കെ ചെയ്യേണ്ടതെന്ന്? ഒരേ ഒരു കാര്യം മാത്രം ദിവ്യ എനിക്ക് വേണ്ടി ചെയ്താൽ മതി. എൻ്റെ പഴയ സുഹൃത്തിനെ നേർവഴിക്ക് കൊണ്ടുവരണം. അതിന് ദിവ്യയുടെ ഹെൽപ്പ് എനിക്ക് വേണം. സുധിക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാ എൻ്റെ ശ്രമം. സാർ പറഞ്ഞാ മതി ഞാൻ എന്ത് വേണമെന്ന്. സുധി ഒന്ന് കോൾ ചെയ്യണം. അത് കോൾ ചെയ്തിട്ട് എന്താ പറയേണ്ടത്? വെറുതെ വിളിച്ചതാന്ന് പറഞ്ഞാൽ മതി. വെറുതെയോ? അതെ, വെറുതെ വിളിക്കുന്ന വെറുതെകളൊന്നും വെറുതെ അല്ലെന്ന് സുധിക്ക് മനസ്സിലാവും. ഏ വെറുതെ ഒന്ന് വിളിച്ചാൽ മതി. അല്ല, എന്തെങ്കിലും ചോദിച്ചാലോ? പഴയൊരു കാമുകിയുടെ പരിഭവം പറയണം. എന്താ ദിവ്യ? ശരി സാർ. വെരി ഗുഡ്.